നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണല്ലേ? അല്ലെ, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണല്ലേ? പറയണ ഓഡിബിൾ അല്ലേ? ക്ലാരിറ്റി കുറവൊന്നുമില്ലല്ലോ? ഓഡിബിൾ ആണല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്കിനി എന്തായാലും ഇത് എന്താണ് സബ്ജക്ട്, സബ്ജക്റ്റിൽ എങ്ങനെയാണ് അതിന്റെ സിലബസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് എടുത്ത് തുടങ്ങും. ഓക്കെ. അപ്പൊ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ 4 വർഷം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. പ്രധാനമായിട്ടും നമ്മുടെ തെർമല്, റെഫ്രിജറേഷൻ, മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും സംഭവങ്ങൾ നമ്മൾ കാര്യമായിട്ട് തന്നെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ചെറിയൊരു പ്രോബ്ലമാറ്റിക് പേപ്പർ എന്ന് പറയാം. അതുപോലെ തന്നെ തിയററ്റിക്കൽ പേപ്പറുമാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വലി പരിചയപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോ ഈ ഓൺലൈനിൽ കൂടെ പരിചയപ്പെട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും നേരിട്ട് പരിചയപ്പെടുന്ന ഒരു ഇതുണ്ടാവില്ലല്ലോ. എല്ലാവരും ഞാൻ കാണുന്നുണ്ട് ഇതില്. പേരുകൾ പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? റെഡി അല്ലേ? നമുക്ക് ഓക്കെ. അപ്പൊ നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സിലബസ് ഒന്ന് പ്രസന്റ് ചെയ്യാം. അത് നിങ്ങളൊന്ന് കണ്ടോക്ക്. നമ്മുടെ സ്ക്രീൻ ഇപ്പൊ പ്രസന്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ. നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് നമ്മൾ പറഞ്ഞ മാതിരി എപ്പോഴും നമ്മളൊരു സബ്ജക്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കോഡ് നിങ്ങൾ പഠിച്ചോളൂട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ പേരും. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണത്. ചിലപ്പോൾ ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. EST 120 എന്നാണ് നമ്മുടെ പേര്. ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് സബ്ജക്റ്റിന്റെ പേര്. ഓക്കെ. പിന്നെ ഇതിന് സബ്ജക്ട് ക്രെഡിറ്റ് 4 ഉള്ളതാണ്. ഇപ്പൊ സാധാരണ ഈ സിലബസിൽ ക്രെഡിറ്റ് 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ഉള്ള പേപ്പർ ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ. ക്രെഡിറ്റ്സ് കുറയണനുസരിച്ച് നമുക്ക് ആ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് കുറയും. ഇമ്പോർട്ടൻസ് കുറയാന്ന് പറയുമ്പോൾ ആ പേപ്പറിൽ നമ്മൾ കുറച്ച് കൂടുതൽ സ്കോർ ചെയ്താലും ടോട്ടൽ ഗ്രേഡ് വരുന്ന സമയത്ത് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഇപ്പൊ 3 അല്ലെങ്കിൽ 2 ഒക്കെ ഉള്ള ക്രെഡിറ്റ് 2 ഒക്കെ ഉള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ വലിയ മാർക്ക് മേടിക്കണമെങ്കിൽ ടോട്ടൽ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിന് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. നേരെ മറിച്ചൊരു ക്രെഡിറ്റ് 5 4 ഒക്കെ ഉള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ കൂടുതൽ സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്ന സമയത്ത് ടോട്ടൽ ഗ്രേഡിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ലാസ്റ്റ് സിലബസ് റിവൈസ് ചെയ്തത് 2019 പിന്നെ അതിനൊരു പ്രിയാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി എന്താണ് സംഭവം. ബേസിക് മെക്കാനിക്കലും സിവിലിന്റെയും ബേസിക്സ് അങ്ങനെ അറിയണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ കുറെ CO1, CO2, CO3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. സിലബസ് നോക്കിയിരുന്ന എല്ലാവരും നോക്കിയായിരുന്ന സിലബസ് വല്ലവരും നോക്കിയായിരുന്ന സബ്ജക്റ്റിന്റെ ഒക്കെ? ഓക്കെ. അപ്പൊ നോക്കണം, എല്ലാ സബ്ജക്റ്റിന്റെയും സിലബസുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പൊ നിങ്ങൾ ഓരോന്നിനും ഓരോ നോട്ട്ബുക്ക് റെഫർ ചെയ്യാൻ ഉപയോഗിക്കില്ലേ? ആ നോട്ട്ബുക്കിന്റെ ഫ്രണ്ട് സൈഡിൽ ഓരോ സിലബസും കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാണ്. നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് കറക്റ്റ് ആയിട്ട് തീരുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ അതുപോലെ ചെയ്തോളൂ. ഓരോ സബ്ജക്റ്റിനും ഓരോ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിട്ട് സിലബസുകൾ ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഓരോ സബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ ഇനി നമ്മളിപ്പോ എത്ര പേര് ഇതില് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് താല്പര്യപ്പെട്ട് വന്നിട്ട് ജോയിൻ ചെയ്തവരുണ്ട്? ചാറ്റ് ബോക്സിൽ വന്നാൽ മതിട്ടോ, അല്ലെങ്കിൽ വോയിസ് ആയിട്ടും പറയാം. എനിക്ക് ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് എടുക്കാനാണ് ഇഷ്ടം. എത്ര പേര് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്? ഓക്കെ, ഒരാളുണ്ട്, രോഹിത്. നീതു. ദെൻ 2 പേരുള്ളൂ. ഓക്കെ. റിദിൻ, PZM. ഓക്കെ. സൽവ, അഫ, റജിൽ, റമീസ്. ഇടയ്ക്ക് ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പേരുകള്. നവീൻ. ഓക്കെ. നിഹാൽ, ഷാന, മുഹമ്മദ് സുനിൽ. ഓക്കെ. അപ്പൊ ഇത്രയും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെട്ട് വന്നവർ തന്നെയാണ് അല്ലെ? ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. കുറച്ചു കാലം മുന്നേ കുറച്ച് ഡള്ളായിരുന്നെങ്കിൽ ഇപ്പൊ വീണ്ടും ഡിമാൻഡ് വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഡിമാൻഡുള്ള ഒരു കോഴ്സ് തന്നെയായിരിക്കും.
നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ മാതിരി കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ച് അതിലൊരു നല്ലൊരു ജോലി വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ് അല്ലെ? അതിലൊരു നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് അല്ലെ? അപ്പൊ എന്തിനാണ് നമ്മളിവിടെ ബേസിക് സിവിലും ബേസിക് മെക്കാനിക്കലൊക്കെ പഠിക്കുന്നത്? വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് പറയാട്ടോ, വോയിസ് പറയാട്ടോ തിരിച്ച്. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ എന്തിനാണ് ഈ ബേസിക് മെക്കാനിക്കലും ബേസിക് സിവിലും പഠിക്കണേ? എല്ലാവരും ഫോൺ വെച്ചിട്ട് പോയി തോന്നല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എഞ്ചിനീയേഴ്സ് എന്നാണ് നമ്മളെ കോമൺ ആയിട്ട് വിളിക്കുക അല്ലെ? അപ്പൊ നമ്മളൊരു എഞ്ചിനീയർ ആണെന്ന് പറയുമ്പോൾ അയാൾ ഏത് എഞ്ചിനീയർ ആണെന്ന് രണ്ടാമത്തെ കാര്യം പറയുള്ളൂ. ഇല്ല, താങ്ക് യു രോഹിത്. നമ്മള് നമ്മുടെ പ്രൊഫഷൻ എന്താന്ന് പറയുമ്പോൾ നമ്മൾ എഞ്ചിനീയർ ആണെന്ന് പറയണം. എഞ്ചിനീയർ എന്ന് പറഞ്ഞതിന് ശേഷം ഏത് ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് പറയണം. നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ടൈറ്റിലാണ് അല്ലെ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേരിന്റെ ഒക്കെ ഫ്രണ്ടിൽ ER എന്നൊക്കെ വെക്കാം. പലരും എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സാവാണ്ട് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ പാസ്സായിട്ട് നമുക്ക് ആ ഫീൽഡ് അല്ലാണ്ട് വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലർ പ്യൂർലി എഞ്ചിനീയറിംഗ് തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ഫ്രണ്ടിൽ ടൈറ്റിൽ ER എന്നുണ്ടാവും അല്ലെ? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാട്ടോ, സബ്ജക്റ്റിലേക്ക് പോയിട്ടില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെ പറയുമ്പോൾ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡുകളെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവണം. ഓക്കെ, നമ്മളിപ്പോ എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ മാത്രമേ എനിക്ക് അറിയുള്ളൂ, എനിക്ക് മറ്റൊരു യാതൊരു കാര്യങ്ങളും എഞ്ചിനീയർ പറ്റിയിട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി പ്ലാനിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവും, മെഷീൻസിന്റെ വർക്കിങ്ങിനെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണം, ഇലക്ട്രിക്കൽ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണം. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ആയാലാണ് ഒരു കംപ്ലീറ്റ് എഞ്ചിനീയർ ആവുള്ളൂ അല്ലെ? കാരണം എന്താണെന്നറിയോ? ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ ഈ ഹാർഡ്വെയർ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് ഒരു മെക്കാനിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡോ ഒക്കെ ആവശ്യമാണ് അല്ലെ? അപ്പൊ അതവിടെ കണക്ഷൻ വന്നു. ഓക്കെ, അതുപോലെ ഈ സിവിലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സിവിലിലെ പ്ലാനുകളും അതിന്റെ കാര്യങ്ങളൊക്കെ ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഹെൽപ്പ് വേണം അല്ലെ? ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണം, ആ കമ്പ്യൂട്ടറിന് ആ വരയ്ക്കുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി എടുക്കണം. ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിവിലിലെ കാര്യങ്ങൾ അറിഞ്ഞാലാണ് അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു ഡ്രോയിങ് സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് അതെങ്ങനെയാണ് അതിൽ വരിക, അല്ലെങ്കിൽ എന്ത് ഡ്രോയിങ്സ് ആണ് മെക്കാനിക്കലിൽ വരിക എന്ന് അറിഞ്ഞാൽ മാത്രമാണ് അതിന് റിലേറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഇപ്പോ എല്ലാ ബ്രാഞ്ചുകളും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ടോട്ടൽ ആയിട്ട് ഒരു അവബോധനം എല്ലാ കാര്യങ്ങളിലും വേണം. എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിലെങ്ങനെയാണ്, അതെന്ത് ടെക്നോളജിയാണ്, അതെങ്ങനെ വന്നു, അതെന്ത് കാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ഈ സബ്ജക്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാവേണ്ട ഔട്ട്കംസ് എന്ന റിസൾട്ടുകൾ, അതിനെ പറ്റിയിട്ടാണ് നമുക്കൊരു CO എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 11 കൊടുത്തിട്ടുണ്ട്. ഈ 11 ഓരോന്നും ഞാൻ വായിക്കുന്നില്ല, 2-3 ഞാൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് ഐഡിയ കിട്ടും. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളല്ല, പക്ഷെ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള ഒരു സിലബസ് തന്നിട്ടുള്ളത്. എല്ലാ സബ്ജക്റ്റിനും ഇതുപോലുള്ള സിലബസ് ഒന്നുമില്ല, മനസ്സിലായ? എല്ലാ സബ്ജക്റ്റിനും ഇതുപോലെ സിലബസുകൾ ഇല്ല. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സബ്ജക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ സബ്ജക്ട് പഠിക്കുന്നത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കണം നിങ്ങളുടെ ഉള്ളിലെ റിസൾട്ട് എന്നുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും സിലബസ് വളരെ ചുരുങ്ങി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകൾ, ആവശ്യമുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ റെഫറൻസും അതുപോലെ അതിന്റെ പേരുകളും മാത്രമായിട്ട്, അതിന്റെ മൊഡ്യൂൾസും മാത്രമായിട്ട് ആ സിലബസ് ചുരുങ്ങുന്നതും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ കോഴ്സ് ഔട്ട്കംസിലേക്ക് വരാം. ഫസ്റ്റ് കോഴ്സ് ഔട്ട്കം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോൾ ദ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ സൊസൈറ്റി ആൻഡ് ടു റിലേറ്റ് ദ വേരിയസ് ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അതാണ് പറയുന്നത്. നമുക്ക് ആ സിവിൽ എഞ്ചിനീയറുടെ ഇമ്പോർട്ടൻസ് എന്താണ് സൊസൈറ്റിയിൽ, അതുപോലെ സിവിൽ എഞ്ചിനീയർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി എടുക്കേണ്ടത്. ഓക്കെ, എന്ന് വെച്ച് നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മളോടൊരു വീട് പണിയാൻ പറയാണ്, നമ്മൾ പോയിട്ട് നമ്മൾ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഒരു വീട് പണിയാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ഇല്ല. പക്ഷെ ആ വീട് പണിയുമ്പോൾ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ആ ഒരു പ്രോസസ്സിങ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തന്നെ സ്വന്തം വീട് പണിയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട് പണിയോ ഉണ്ടാകുമ്പോൾ ചില മണ്ടൻ തെറ്റുകളായിട്ട് ചില പ്ലാനുകൾ കൊണ്ടുവരും. അപ്പൊ ആ സമയത്ത് അയ്യോ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അങ്ങനെ ചെയ്ത് തെറ്റാന്ന് ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ബേസിക് സിവിലില്.
അല്ലെങ്കിൽ അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ വീടിന് ഉറപ്പുണ്ടാവില്ല. അപ്പൊ ഞാനത് ഫസ്റ്റ് ഇയർ ബേസിക് സിവിലിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സബ്ജക്ട് പഠിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ സിഒ പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്സ്, ബിൽഡിംഗ് കോമ്പണൻസ്, ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അതും ഈ പറഞ്ഞ മാതിരി സിവിലിനെ പറ്റിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഔട്ട്കം ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അതായത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം, ബിൽഡിംഗ് കോമ്പോണൻസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം, ബിൽഡിംഗ് മെറ്റീരിയലിനെ പറ്റിയിരിക്കണം, മെറ്റീരിയൽസിനെ പറ്റി അറിഞ്ഞിരിക്കണം, ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ജസ്റ്റ് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. തേർഡ് സിഒയിൽ പറയുന്നത് സർവേയിങ്ങിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ ഫോർത്ത് സിഒയിൽ പറയുന്നത് MEP പൈപ്പിങ്ങുകളൊക്കെ ഇല്ലേ, വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ പറയുമ്പോൾ അതിന്റെ പൈപ്പിങ്ങുകളും അതിന്റെ വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എത്രയും സിമ്പിൾ ആക്കിയിട്ട് അത് അവർ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടൊക്കെ ഈ സിവിൽ എഞ്ചിനീയേഴ്സ് ചെയ്യും. അപ്പൊ അതിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാം, അറിയാം. അതുപോലെ HVAC എയർ കണ്ടീഷനിങ്, അതുപോലെ എലവേറ്റേഴ്സ് ലിഫ്റ്റുകളൊക്കെ ഇല്ലേ, എസ്കലേറ്റർ, അതും ലിഫ്റ്റ് പോലത്തെ സംഭവങ്ങൾ, അതുപോലെ റാംസ്, ഇതൊക്കെ നമുക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സിഒ എന്ന് പറയുന്നത് നമ്മുടെ സിവിലിൽ വരുന്നത്. അപ്പൊ നമുക്ക് മെക്കാനിക്കലിലെ സിഒകൾ എന്തൊക്കെ വരുന്നത് നോക്കാം. അപ്പൊ അതിൽ പറയുന്നത് CO6 തൊട്ടിട്ടാണ് മെക്കാനിക്കലിലെ സിഒ എന്ന് പറയുന്നത്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് CO6 തൊട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. CO6 പറയുന്നതാണ് അനാലിസിസ് തെർമോഡൈനാമിക്സ് സൈക്കിൾസ് ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് എഫിഷ്യൻസി. അപ്പൊ ഫസ്റ്റ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോവുക തെർമോഡൈനാമിക്സിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വല്ല ഐഡിയ ഉണ്ടോ? തെർമൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഐഡിയ ഉണ്ടോ? ഹീറ്റ്. ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെ? ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ തരാം. തെർമോഡൈനാമിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് എനർജി ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ്. The name thermodynamics stems from the Greek word therm ബ്രാക്കറ്റിലെ ഹീറ്റ് ആൻഡ് ഡൈനാമിക്സ് പവർ. ഇത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഹീറ്റിന്റെയും അതുപോലെ പവറിന്റെയും ഒരു റിലേഷൻസ് അല്ലെങ്കിൽ ഹീറ്റ് വെച്ചിട്ടുള്ള പ്രോസസ്സുകളിലെ ഒരു സ്റ്റഡിയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ പറയുന്ന ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, റോഹൻ അവൈലബിൾ ആണോ? റോഹൻ? ഓക്കെ, താങ്ക് യു. റോഹനോട് ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ ഒരു ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, ടെമ്പറേച്ചർ വെച്ചാൽ അതിന്റെ ഒരു അളവ് അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ ഹീറ്റിന് ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എന്താണത്? പറഞ്ഞത് ശരിയാണ്. എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റോഹൻ അതിനെ പറ്റി ഭയങ്കര വലിയൊരു ധാരണയുള്ള ആളാണ്. അപ്പൊ റോഹൻ പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ ആദ്യമായിട്ടല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതുണ്ട്, ചിലവർക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല, അതാണ്. അപ്പൊ നമ്മുടെ ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചിലവർക്ക് അറിയുന്നുണ്ടായിരിക്കും, അപൂർവം ചിലർക്ക് അറിയാതെയും പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ടെമ്പറേച്ചറും ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജി ഫോം ആണ്. നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഇവിടുന്ന് തുടങ്ങിയത്. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി ഫോം ആണ് അല്ലെ? നമ്മൾ ലൈറ്റ് എനർജി പറയാറുണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി പറയാറുണ്ട്, സൗണ്ട് എനർജി പറയാറുണ്ട്, ഇലക്ട്രിക്കൽ എനർജി പറയാറുണ്ട്. അതുപോലെ പറയുന്ന എനർജികളുടെ കൂട്ടത്തിലുള്ള ഒരു എനർജിയാണ് ഹീറ്റ് അല്ലെ? ഏറ്റവും വലിയ എർത്തിന്റെ ഉള്ളിലേക്കുള്ള ഏറ്റവും വലിയ എനർജി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണ് അല്ലെ? നമുക്ക് ഏറ്റവും നമ്മുടെ അൾട്ടിമേറ്റ് എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ സണ്ണാണ്. അപ്പൊ സണ്ണിൽ നിന്ന് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഡെയിലി നമ്മുടെ ഇവിടേക്ക് ഹീറ്റും വരുന്നുണ്ട്, അതുപോലെ സോളാർ എനർജിയും വരുന്നുണ്ട്. ഓക്കെ, അതല്ലാതെ നമുക്കറിയാം എനർജിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാം എന്നുള്ള കാര്യം അറിയാം അല്ലെ? അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യണം. ഒരു മരക്കഷ്ണം നമ്മൾ വീട്ടില് അമ്മ കഞ്ഞി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന അടുപ്പിൽ വെക്കുന്ന മരക്കഷ്ണം അല്ലെ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എനർജി കൺവേർഷൻ നടത്തുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മരക്കഷ്ണം എടുത്തിട്ട് ഒരു തീയിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ മരക്കഷ്ണത്തിനെ എക്സൈറ്റ് ചെയ്യുന്നു. നമ്മൾ ഒരു എനർജി കൊടുത്തിട്ട് എക്സൈറ്റ് ചെയ്യുന്നു. അപ്പൊ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് സ്വയം കത്തിയിട്ട് പിന്നെ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കത്തുന്നു. അപ്പൊ അവിടെ ആക്ച്വലി എന്തുണ്ടാവും? ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം ഒരു കാർബൺ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, അതുപോലെ കുറച്ച് മറ്റ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു എനർജി റിലീസ് ഉണ്ട് അല്ലെ? ആ മരക്കഷ്ണം കത്തിയിട്ട് കാർബൺ ആവുന്ന ആ ഒരു കെമിക്കൽ പ്രോസസ്സിൽ ഒരു എനർജി റിലീസ് ഉണ്ട്. അവിടെ റിലീസ് ആവുന്ന എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെ? അവിടെ ഹീറ്റ് മാത്രമാണോ റിലീസ് ആവുന്നത്? ആണോ? ഒരു മരക്കഷ്ണം കത്തുന്ന സമയത്ത് അവിടെ ഹീറ്റ് മാത്രമാണോ റിലീസ് ആവുന്നത് എനർജി ഫോമില്? ആർക്ക് ആൻസർ പറയാൻ പറ്റും? തസ്നീം അവൈലബിൾ ആണോ? ലൈറ്റ്. ഓക്കെ, താങ്ക് യു.
ആരാ പറഞ്ഞത്? ഞാൻ കണ്ടില്ല. കുഴപ്പമില്ല, അയാൾ പറഞ്ഞോളൂ. നവീൻ. ഓക്കെ. അപ്പൊ ലൈറ്റ് എനർജി ഉണ്ട് അല്ലെ? ലൈറ്റ് എനർജി അതുപോലെ ഹീറ്റ് എനർജി വരുന്നുണ്ട് അല്ലെ? ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല, മെഴുതിരി കത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹീറ്റ് വരുന്നുണ്ട്. ഇനി അപൂർവം ചില സിനിമകളിൽ നമ്മളിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജല്ലിക്കെട്ട് സിനിമ കണ്ടവരുണ്ടാവും അല്ലെ? ജല്ലിക്കെട്ട് സിനിമ ഇപ്പൊ ഓസ്കാറിന് പോയിക്കാണ്. അപ്പൊ അതിന്റെ സൗണ്ടുകൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ പറയണത്. അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞാൽ ഒരു തീ കത്തണതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ? തീ കത്തുന്ന സാധനത്തിന്റെ സൗണ്ട് അവർ പ്രത്യേകം എടുത്തിട്ട് നമുക്ക് കേൾപ്പിച്ചിരുന്നുണ്ട്. അപ്പൊ തീ കത്തുന്നതിന്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി ഉണ്ടാവും ഒരു ചെറിയ രീതിയിൽ അവിടെ സൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുപോലെ എനർജി കൺവേർഷനുകളിൽ ഒരുപാട് ടൈപ്സ് ഓഫ് എനർജി വരുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഹീറ്റ് എനർജീനെ വെച്ചിട്ടുള്ള പ്രോസസ്സുകളാണ് നമ്മൾ ഇവിടെ ഈ ഒരു തെർമോഡൈനാമിക്സ് എന്നുള്ള ആ ഒരു ഇതിൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഡൈനാമിക്സ് എന്ന് പറയുന്ന ആ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ എന്നാണ് അർത്ഥം. പവർ റിലേറ്റഡ് ആയിട്ടുള്ള. തെർമൽ എന്ന് പറഞ്ഞാൽ തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റ്. അപ്പൊ ഹീറ്റ് ആൻഡ് പവർ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി തെർമോ ഡൈനാമിക് സൈക്കിൾസ് എന്ന് പറഞ്ഞ കുറച്ച് സൈക്കിളുകൾ ഉണ്ട് അല്ലെ? അതൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി കൺവേർഷൻസ് കുറച്ച് എന്താ സ്പെസിഫിക് ആയിട്ട് കുറച്ച് സൈക്കിൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് സൈക്കിൾസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് തൽക്കാലം തിരിച്ച് നമ്മുടെ സിഒകളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. സിഒകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് CO6 ആണ് നമ്മുടെ മെക്കാനിക്കലിന്റെ ഫസ്റ്റ് CO ആയിട്ട് ഇവിടെ കാണുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് അനാലിസിസ് ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾസ് ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് എഫിഷ്യൻസി അല്ലെ? എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിഹാൽ അഹമ്മദ്, എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എഫിഷ്യൻസി പറയുമ്പോ കഴിവ് എന്നൊക്കെ പറയില്ലേ? കഴിവ് അല്ലെ മലയാളത്തില്? ശരിയാണ്. ഒരു പ്രോസസ് ഒക്കെ പറയുമ്പോൾ നമ്മളിപ്പോ ഒരു അനാലിസിസ് ഒക്കെ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് അതിന്റെ നല്ലൊരു എഫിഷ്യൻസി ഉള്ള ഒരു പ്രോസസ് ആയിരുന്നു അത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ എഫിഷ്യൻസി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? വലിയ ഐഡിയ ഇല്ല അല്ലെ? ഓക്കെ, വിട്ടോളൂ. അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യാണ്. ഓക്കെ. ബൈക്കുകളെല്ലാം വർക്ക് ചെയ്യുന്നു. ബൈക്കുകളും കാറുകളും ഇപ്പോ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എഞ്ചിന്റെ ഹെൽപ്പോട് കൂടിയിട്ടുള്ള എന്നുള്ള കാര്യം അറിയാത്തവരുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ചിലപ്പോ ഗേൾസിന് ചിലപ്പോൾ ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. അതാ ഞാൻ ചോദിച്ചത്. എല്ലാ വണ്ടികളും ഇപ്പൊ കറന്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു IC എഞ്ചിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, ഒരു എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഇലക്ട്രിക് വണ്ടികളും വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഇലക്ട്രിക് വണ്ടികളിലൊക്കെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ലോകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് IC എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ടുള്ള വണ്ടികളാണ്. അപ്പൊ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ആ എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷാന ഷിറിൻ അവൈലബിൾ ആണോ? ഷാന ഷിറിൻ അറിയില്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. റെമിൽ സലീം? ഓക്കെ. ഒരു എഞ്ചിൻ നമ്മളിപ്പോ ബൈക്കില്ലേ? സ്വന്തമായിട്ട് വേണ്ട, വീട്ടിൽ ബൈക്കില്ലേ? ഓക്കെ. ആ ബൈക്കിന് എഞ്ചിൻ ഉണ്ടല്ലോ, കണ്ടിട്ടില്ലേ അല്ലെ? ആ എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിന്റെ കൺസെപ്റ്റില്? റെമിലിന്റെ കൺസെപ്റ്റിൽ എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? എഞ്ചിന്റെ ഒരു ഔട്ട്കം എന്ന് പറയാൻ പറ്റില്ലേ? എഞ്ചിന്റെ ഒരു ഔട്ട്കം അല്ലെ? എഞ്ചിന്റെ റിസൾട്ട് എന്ന് പറയാം. അതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ബൈക്കാണ് ട്ടാ റെമിലിന്റെ എന്ന് പറയാണ്. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മള് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഫ്യൂവലിന് അതിനനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം. അതായത് നല്ലൊരു അതാണ് നമ്മുടെ പോയിന്റ്. നമ്മൾ എന്താണ് നമുക്ക് അവിടെ കൊടുക്കണം മെഷീന്, ആ മെഷീൻ എന്ത് നമുക്ക് തരുന്നു, അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? നമ്മളിപ്പോ ചിലപ്പോ ഒരു 100cc ബൈക്ക് വാങ്ങിച്ചു, അതുപോലെ നമുക്കൊരു 350cc ബൈക്ക് വാങ്ങിച്ചു. ചിലപ്പോ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു പാഷൻ പ്രോ വാങ്ങിച്ചു, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു അല്ലെ? രണ്ടിന്റെയും മൈലേജ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരെണ്ണം ഒരു 80 km/h തരുന്നുണ്ട്, 80 km/L തരുന്നുണ്ടെങ്കിൽ മറ്റൊരെണ്ണം ചിലപ്പോൾ ഒരു 40 km/L ആയിരിക്കും തരിക അല്ലെ? അപ്പൊ ഇതിനെ രണ്ടിനും കമ്പാരിറ്റീവ്ലി എഫിഷ്യൻസി കുറവാന്ന് പറയാൻ പറ്റും നമുക്ക്. ഋതു അവൈലബിൾ ആണോ? ഋതുൽ നല്ല പേരിട്ട, ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഋതുൽ. ഓക്കെ. ഋതുല്ലേ, ഞാൻ ചോദിക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു ബൈക്ക്, ആ ബൈക്കിന് ഒരു 100cc പാഷൻ പ്രോ എന്ന് വിചാരിക്കുക, ഒരു 350cc ബുള്ളറ്റ് ആണ്.
ആ ഏതിനായിരിക്കും മൈലേജ് കൂടുതൽ സാധാരണയായിട്ട് ഒരു പരിചയം വെച്ചിട്ട്? പാഷന്. പാഷൻ ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ അതിന് എഫിഷ്യൻസി കൂടുതലാന്ന് പറയാൻ പറ്റും? ഇല്ല. അത് എന്താ പറയാൻ പറ്റാത്ത എഫിഷ്യൻസി കൂടുതലല്ലാന്ന്? ഋതുൽ പറഞ്ഞപ്പോ പാഷൻ ആയിരിക്കും കൂടുതൽ മൈലേജ് എന്ന് പറഞ്ഞു, പക്ഷെ എഫിഷ്യൻസി കൂടുതലാന്നുള്ളത് ആ മൈലേജിന് മാത്രം വെച്ച് പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ ഋതുൽ പറയണത് അല്ലെ? അപ്പൊ എന്തായിരിക്കും അതിന് കാരണം? അത് വെച്ച് കഴിഞ്ഞാല് രണ്ടിന്റെ എഞ്ചിന് വ്യത്യാസമാണ്. പിന്നെ എനർജി ചിലത് കൺവേർട്ടഡ് കുറെ ലോസ് ആയി പോകും. വെരി ഗുഡ്. അതുകൊണ്ടൊക്കെയാണ് എഫിഷ്യൻസി കുറയണത് അല്ലെ? പലതിനും പല സ്പെക് അല്ലേ? സ്പെക്കാണ്, പലതിനും പല സ്പെക്ക് ആയതുകൊണ്ട് ചിലപ്പോ കുറച്ച് എനർജി ലോസ് ആയി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്താണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് എഫിഷ്യൻസി കൂടുതൽ എന്ന് പറയാൻ പറ്റുക? എഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ ഓരോ ഫാക്ടറികളെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ അതായത് ഇപ്പൊ പറയണം എന്താ വെച്ചാല് നമുക്കിപ്പോ പാഷൻ എന്ന് പറയുന്ന ബൈക്ക് ഓടിക്കുമ്പോൾ ഉണ്ടാവണ ആ ഒരു എക്സ്പീരിയൻസും ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാവണ എക്സ്പീരിയൻസ് രണ്ടും വേറെ വേറെയാണ് അല്ലെ? ചിലപ്പോ ഒരു പാഷന്റെ മുകളിൽ ഒരു രണ്ടുപേരെ വെച്ചിട്ട് പോകുന്നതും ബുള്ളറ്റിന്റെ മുകളിൽ രണ്ടുപേരെ വെച്ച് പോകുന്നതും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മൈലേജ് അവിടെ ചെറിയൊരു ഫാക്ടർ ആവുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മാതിരി വണ്ടിയുടെ പവർ ആൻഡ് പെർഫോമൻസും നമുക്ക് അവിടെ ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ മാനറിലും നമ്മൾ നോക്കിയിട്ട് വേണം ഒരു വണ്ടി എഫിഷ്യന്റ് ആണോ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ എഫിഷ്യന്റ് ആണോ എഫിഷ്യന്റ് അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ? നമുക്കറിയാം അവൈലബിൾ ആയിട്ടുള്ളത് പെട്രോൾ ടൈപ്പ് എഞ്ചിനുകൾ ഉണ്ട്, ഡീസൽ ടൈപ്പ് എഞ്ചിനുകൾ ഉണ്ട് അല്ലെ? രണ്ടിന്റെ എഫിഷ്യൻസി നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഏതായിരിക്കും എഫിഷ്യൻസി കൂടുതൽ? പെട്രോളിനും ഡീസലും നോക്കി കഴിഞ്ഞാൽ രോഹിത് കൃഷ്ണ ഏതിനായിരിക്കും എഫിഷ്യൻസി കൂടുതൽ? ഡീസലിനായിരിക്കും എഫിഷ്യൻസി കൂടുതൽ അല്ലെ? മൈലേജ് കൂടുതൽ കിട്ടാൻ ഡീസലിനായിരിക്കും. താങ്ക് യു. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഡീസൽ വണ്ടി ഓടിക്കുന്നതും പെട്രോൾ വണ്ടി ഓടിക്കുന്നതും ആ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ പെട്രോളില് ഒരു മാരുതി സ്വിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ പെട്രോൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1119 അത്രണ്ടാണ് CC ആണ്. അതേ സ്പെസിഫിക്കേഷനിലുള്ള എഞ്ചിൻ നമ്മൾ ഡീസലിൽ ഇറക്കുമ്പോൾ അതിനൊരു ഇത്തിരി CC കൂട്ടിയിട്ടാണ് ഇറക്കുക. CC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? CC അറിയാവുന്നവരുണ്ടാ? നിഖിൽ പി. CC എന്ന് പറയും, ബൈക്കിന് ഇത്ര CC എന്ന് പറയും. അപ്പൊ ആ CC എന്താണെന്ന് അറിയോ? ഫുൾ ഫോം അറിയില്ല. ഫുൾ ഫോം വേണ്ട, എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് അറിയോ? ഫുൾ ഫോം വേണ്ട, കൺസെപ്റ്റ് സ്ഥലത്തെ ശരിക്കും അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. മുഹമ്മദ് സുനീർ ഉണ്ടോ? മുഹമ്മദ് സുനീർ. ഹലോ, പറയ്. ഓക്കെ, അപ്പൊ എന്താണ് CC എന്ന് പറഞ്ഞാൽ? എല്ലാവരും ഡെഫിനേഷൻ തപ്പിപ്പോ ഒന്നും വേണ്ടാട്ടാ, ജനറൽ ആയിട്ട് എന്താണ് CC എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. ഏതിന്റെ എഞ്ചിന്റെ CC ആണോ? എഞ്ചിന്റെ CC. പവർ അല്ലേ ഉദ്ദേശിക്കണേ? എഞ്ചിന്റെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, താങ്ക് യു. പവറിന്റെ മറ്റൊരു രൂപമാണ് അല്ലെ? അപ്പൊ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വോളിയം ഫ്യൂവലാണ് അറ്റ് എ ടൈം കത്തിക്കുക, അതായത് ക്യൂബിക് കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ വോളിയം എന്നൊക്കെയാണ് CCയുടെ ഫുൾ ഫോം. ക്യൂബിക് കപ്പാസിറ്റി എന്നും പറയാറുണ്ട്, ക്യൂബിക് സെന്റിമീറ്റർ, അതായത് സെന്റിമീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ക്യൂബുകളാണ് വരിക അല്ലെ? മീറ്റർ ക്യൂബ്, സെന്റിമീറ്റർ ക്യൂബ്, മില്ലിമീറ്റർ ക്യൂബ്, അതൊക്കെ ക്യൂബിലെ വരിക. അപ്പൊ വോളിയത്തിന്റെ ആ യൂണിറ്റ് ആണ് നമ്മൾ എത്ര ഫ്യൂവൽ എയർ മിക്സ്ചർ എത്ര വോളിയത്തിൽ കത്തിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് അതിന്റെ കപ്പാസിറ്റി. ഇപ്പൊ 100 cc നമ്മുടെ പാഷൻ ഓടിക്കുമ്പോൾ അതില് 100 സെന്റിമീറ്റർ ക്യൂബ് വോളിയത്തിലുള്ള ഫ്യൂവൽ എയർ കത്തിക്കുന്നുള്ളൂ. 350 ബൈക്ക് ആണെങ്കിൽ അവിടെ 350 സെന്റിമീറ്റർ ക്യൂബ് വോളിയത്തിലുള്ള ഫ്യൂവൽ കത്തിച്ചിട്ടാണ് ആ വണ്ടി ഓടുന്നത്. അതാണ് അതിന് മൈലേജ് കുറയണത്, ഇതിന് മൈലേജ് കൂടുന്നത്. അപ്പൊ ആ വോളിയം കത്തിക്കണതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? എഞ്ചിന്റെ പവറിൽ വ്യത്യാസമുണ്ട്. എഞ്ചിന് പവർ വ്യത്യാസമുണ്ട് അല്ലെ? വലിയ ബൈക്ക് പോലെയാണ് മറ്റേ ഇത് കുറച്ചുകൂടി ലൈറ്റ് ആണ്, ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹെവിയാണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി CC കത്തിക്കുന്ന ആ ഒരു CC, ആ വോളിയം, ഫ്യൂവല് കത്തിക്കുന്ന വോളിയത്തിനാണ് നമ്മൾ CC എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞത് മാത്രം, മെക്കാനിക്കലിനെ പറ്റിയിട്ട് ഒരു ടച്ചിങ് വരുത്തിയെന്ന് മാത്രം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് CEO എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് സൈക്കിൾസിനെ പറ്റി പറയാനുണ്ട്. അതുപോലെ തെർമോഡൈനാമിക് അതിന്റെ എഫിഷ്യൻസികൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. തെർമോഡൈനാമിക് സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ മറ്റു സൈക്കിൾ അല്ല കേട്ടാ, നമ്മൾ സാധാരണ ഓടിക്കുന്ന സൈക്കിൾ അല്ല പറയുന്നത്. ഇവിടെ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലൂപ്പാണ്. നമ്മുടെ എഫിഷ്യൻസി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോസസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പൊ ഈ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് കാർനോട്ട് സൈക്കിള്, ഒന്ന് ഓട്ടോ സൈക്കിള്, ഒന്ന് ഡീസൽ സൈക്കിള്. കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് മോഡലായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ് ഈ
കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ സൈക്കിളിനെയാണ് പറയുന്നത്. ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ സൈക്കിളാണ്. ഓക്കെ, അപ്പൊ പെട്രോളിൽ ഓടുന്ന ഒരു ഓട്ടോറിക്ഷനെ പറ്റിയിട്ട് ആലോചിച്ചാൽ മതി. അപ്പൊ ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ സൈക്കിളാണ്. ആ ഓട്ടോ എന്ന് പറയുമ്പോൾ പലപ്പോഴും പെട്രോൾ എന്നുള്ളത് മറന്നുപോകും. പിന്നെ അടുത്ത സൈക്കിളിൽ ഡീസൽ സൈക്കിൾ എന്നുള്ളതാണ്. ഡീസൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവും, അത് ഡീസൽ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്ന എഞ്ചിന്റെ സൈക്കിളാണ്. ഓട്ടോ സൈക്കിൾ എന്നുള്ളത് പെട്രോൾ ആണ്. അത് നമുക്ക് പെട്ടെന്ന് വാക്ക് മാറിപ്പോയത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അത് മനസ്സിലാക്കി വെക്കുക. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിളിനെയാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഹീറ്റുകളിലെ ഒരു ട്രാൻസ്ഫറിങ്ങും അതിന്റെ റിസൾട്ടും അതിന്റെ അനാലിസിസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്, ആദ്യത്തെ സെക്ഷനിൽ. അതായത് മൊഡ്യൂൾ 4 എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തെർമോഡൈനാമിക്സ് ആണ്, തെർമൽ വെച്ചിട്ടുള്ള കളിയാണ്. ഓക്കെ, നമുക്ക് ഒരു വെള്ളം ചൂടാക്കുമ്പോൾ തന്നെ അതിന് പല പല സ്റ്റേജുകൾ ഉണ്ട് അല്ലെ. വെള്ളം ചൂടാക്കുമ്പോൾ ആദ്യം നമുക്ക് നോക്കി കഴിഞ്ഞാൽ, നേരിട്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ചെറിയ ചെറിയ കുമിളകൾ വരും അല്ലെ. അത് ന്യൂക്ലിയർ ബോയിലിംഗ് എന്ന് പറയാം, ന്യൂക്ലിയർ ബോയിലിംഗ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു അതിന്റെ അടിയിൽ മുഴുവൻ നിറയെ കുമിളകൾ വരും. താഴെ ചെറിയ ചെറിയ ബബിൾസ് ആയിരിക്കും നിറച്ച പാത്രത്തിൽ അല്ലെ. അത് അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ്, ഫിലിം ബോയിലിംഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തുണ്ടാവും, റേഡിയേഷൻ ബോയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ 3 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണത് അല്ലെ. ഗേൾസിനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അതിനെ പറ്റിയുള്ള ധാരണകൾ ഉണ്ടാവുന്നിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഇതിന്റെ അപ്ലിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഫിസിക്സുമായിട്ടും എല്ലാ ടൈപ്പ് എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. നമ്മളെല്ലാവരും ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കുന്നു, നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മളെല്ലാവരും താമസിക്കുന്ന നല്ല നല്ല വീടുകളിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഒരു എഞ്ചിനീയേഴ്സിന്റെ കഴിവിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വരെ ഒരു കുറെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിന്റെ ആ ഒരു കണ്ടുപിടുത്തം കാരണമാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇത്തരം ഒരു സാഹചര്യമായിട്ട് പോലും നമ്മളിങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ CO7 നോക്കിക്കഴിഞ്ഞാൽ, സ്ക്രീനിലേക്ക് നോക്കുക. CO7 നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇല്ലുസ്ട്രേറ്റ് ദ വർക്കിംഗ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് IC എഞ്ചിൻ. ഓക്കെ, IC എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് എന്നാണ് അതിന്റെ പേര്. ഇതൊക്കെ നമ്മുടെ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു ധാരണ വേണ്ടത്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന സംഭവങ്ങളാണ് ഈ കോഴ്സ് ഔട്ട്കംസ്, അതായത് CO എന്ന് പറഞ്ഞ ഷോർട്ട് ഫോം. അപ്പൊ അതിൽ രണ്ടാമതായിട്ട് പറയുന്നത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ CO എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേറ്റ് ദ വർക്കിംഗ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് IC എഞ്ചിൻ. അവിടെ നമ്മൾ എന്ത് പഠിക്കും, IC എഞ്ചിൻസിന്റെ വർക്കിങ്ങിനെ പറ്റി പഠിക്കും അല്ലെ. ഇനി ഒരു എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്ട്രോക്കുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ. 4 സ്ട്രോക്ക് എഞ്ചിൻ, അതുപോലെ 2 സ്ട്രോക്ക് എഞ്ചിൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബോയ്സിനാകുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് അതൊക്കെ അറിയുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മുടെ പണ്ടത്തെ RX100 എന്ന് പറഞ്ഞ വണ്ടി ഒരു 2 സ്ട്രോക്ക് വണ്ടിയാണ്. ഓക്കെ, അതായത് 2 പ്രാവശ്യം പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും വരുമ്പോഴേക്കും അതിന്റെ പവർ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ബൈക്കുകളും 4 സ്ട്രോക്ക് ബൈക്കുകളാണ്. 4 സ്ട്രോക്ക് ബൈക്കുകൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് മൈലേജ് കൂടുതലായിരിക്കും കിട്ടുക. 4 സ്ട്രോക്ക് വഴിയാണ് ഒരു പ്രാവശ്യം പവർ കിട്ടുള്ളൂ പക്ഷെ നമുക്ക് കൂടുതൽ മൈലേജ്, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഫ്യൂവല് ബേൺ ചെയ്ത് കളയാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഈ മൊഡ്യൂളിന്റെ അവസാനമായിട്ട് കൂടുതൽ പഠിക്കുന്നത് IC എഞ്ചിനെ പറ്റിയിട്ട്. അപ്പൊ അതും നമ്മൾ ഈ പറഞ്ഞ മാതിരി സിലബസ് ഈ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമുക്ക് അതിന്റെ ഒരു ധാരണ ഉണ്ടായി കിട്ടും. ഓക്കെ, ഇനി എന്താണ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ എസ് അവൈലബിൾ ആണോ? സന്ധ്യ എസ്? ഓക്കെ, എന്താണ് ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വണ്ടി ഓടിക്കാൻ എഞ്ചിന്റെ ആവശ്യമുണ്ട് അല്ലെ. എന്തിനാണ് വണ്ടി ഓടിക്കാൻ എഞ്ചിന്റെ ആവശ്യം? എഞ്ചിൻ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് എഞ്ചിന്റെ ആവശ്യം? സൈക്കിൾ ഓടിക്കാറുണ്ടോ? ഇല്ല. സൈക്കിൾ ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ സൈക്കിളിന് അപ്പൊ എഞ്ചിൻ ഉണ്ടോ? സൈക്കിൾ എങ്ങനെ പോണ? നമ്മൾ ചവിട്ടിട്ടാണ് അല്ലേ? അപ്പൊ സൈക്കിൾ ചവിട്ടുമ്പോ എങ്ങനെയാ സൈക്കിൾ മുന്നോട്ട് പോകുന്നത്? ചെയിൻ അല്ലേ? യെസ്, ചെയിൻ. ആ ചെയിന്റെ ഒരു തലക്കില് ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള ഒരു സംഭവം ഉണ്ടാവും അല്ലെ, കുറെ പല്ലുകളൊക്കെ ആയിട്ട്. അതുപോലെ അതിന്റെ ബാക്ക് സൈഡിൽ ഒരു പല്ലുകളായിട്ട് കുറെ സംഭവം ഉണ്ടാവും അല്ലെ. അപ്പൊ ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ആ പെഡലില്ലേ, പെഡല്, ആ പെഡലിനെ ഓട്ടോമാറ്റിക് ഇതാണ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ആ സൈക്കിളിന്റെ പെഡലുണ്ട്. ആ പെഡലിൽ നമ്മൾ ചവിട്ടി പോകുന്ന സംഭവമാണ് അല്ലെ.
ആ പെഡല് ചവിട്ടാനായിട്ട് അവിടെ ഒരു ആളില്ല. പകരം നമ്മൾ എന്ത് ചെയ്തു, ഒരു പണിക്കാരനെ വിളിച്ചിട്ട് ആ പെഡല് ചവിട്ടാൻ മാത്രം വെച്ചു സൈക്കിളിന്റെ മുകളിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്ത്, അയാളിരുന്ന് ചവിട്ടുന്നുണ്ട്, നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആണ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ സൈക്കിളിന്റെ പെഡലിന്റെ അവിടെ ഞാൻ പറഞ്ഞില്ല റൗണ്ട് ഷേപ്പിൽ കുറെ പല്ലുകളുള്ള ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ബാക്ക് സൈഡിലും പല്ലുകളുള്ള ഒരു ചെറിയൊരു സാധനം ഉണ്ട്, റൗണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ. എന്തുകൊണ്ടാ രണ്ടിന് രണ്ട് സൈസ് കൊടുത്തേക്കണേ? രണ്ടും ഒരേ വലിപ്പം കൊടുത്താൽ പോരെ? രണ്ടിന് ഒരേ ഷേപ്പുള്ള ആ ഒരു സൈസുള്ള അത് കൊടുത്താൽ. അതിന് സ്പോർക്കറ്റ് എന്നാ പറയാട്ടാ, സ്പ്രോക്കറ്റ്. സ്പോർക്കറ്റ് അല്ല, സ്പ്രോക്കറ്റ്. അത് എന്തിനായിരിക്കും അറിയോ? ഇല്ല. ഓക്കെ, അതറിയാവുന്ന വല്ലവരും ഉണ്ടാ? റമീസ്? ഇല്ല. നിഹാൽ, ജബിൻ? അതിന്റെ മൊമെന്റിനെ ഹെൽപ്പ് ചെയ്യാനാ? മനസ്സിലായില്ല. അതിന്റെ മൊമെന്റ് അതിന്റെ മോഷന്, സൈക്കിളിന്റെ മോഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അതെങ്ങനെ ഹെൽപ്പ് ആവും? അതിന്റെ ചെയിൻ രണ്ട് സൈഡിൽ നമ്മൾ ഒരേപോലത്തെ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവേണ്ടതല്ലേ? രണ്ട് സൈഡിലും ഒരേ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടില്ലേ? അറിയില്ല. ആലോചിച്ച് നോക്കിയേ, ഇതിനിപ്പോ ഓടില്ല. ഓടില്ല എന്നാണ് പറയണത്. ഓടുന്ന് പറയണ വല്ല അഭിപ്രായമുള്ള ആൾക്കാരുണ്ട് ഇവിടെ? ആർക്കും പറയാം. രണ്ട് സൈഡിലും ഞാൻ ഒരേപോലെ സ്പ്രോക്കറ്റ് കൊടുത്തു. സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി റൗണ്ടിൽ നിറച്ച് പല്ലുകളുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, നിറച്ച് മുള്ളുകൾ പോലത്തെ ഒരു സാധനം റൗണ്ടില്. അത് രണ്ട് സൈഡിലും ഒരേപോലെ ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വണ്ടികൾ ഓടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കും ആൻസർ പറയാം. ഓടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഒരാള്. ആദിത്യൻ. ഓക്കെ, നിഹാൽ അഹമ്മദ് പറഞ്ഞു. ഒരേ സൈസ് ആണോ? ഒരേ സൈസ് ആണെങ്കിൽ ഒരേ ഡയമീറ്റർ ഓടും. യെസ്, ഡെഫിനറ്റ്ലി അത് ഓടും അല്ലേ. പക്ഷെ എന്ത് വ്യത്യാസം ഉണ്ടാവും? നമ്മള് ചവിട്ടിനനുസരിച്ച് ചവിട്ടിനനുസരിച്ചിട്ട് നമ്മൾ ചവിട്ടണ ഭാഗത്ത് ഇപ്പോ ഡയമീറ്റർ സാധാരണ കൂടുതലും മറ്റൊടത്ത് കുറവാണല്ലോ. കുറവാണ് വേണ്ടത്. വെരി ഗുഡ്. അത് എന്ത് കാരണമാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത്? രണ്ടും ഒരേ സൈസ് ആവുമ്പോ കുറച്ചേ തിരി ഉണ്ടാവുള്ളൂ. വെരി ഗുഡ്, താങ്ക് യു ട്ടാ. നിഹാല് പറഞ്ഞത് കറക്റ്റ് ആണ്. രണ്ടും ഒരേ സൈസ് ആണെങ്കിൽ, ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചോ, രണ്ടും ഒരേ സൈസ് ആണെങ്കിൽ നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ചിട്ട് അത് ഓടുന്ന ആ ഒരു സ്പീഡിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ലാതെ ഓടുക. അതിന്റെ സ്പീഡ് ചിലപ്പോൾ കൂടാം അല്ലെങ്കിൽ കുറയാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് വീലിലെ സ്പ്രോക്കറ്റ് ചെറുതും നമ്മൾ ചവിട്ടുന്ന പെഡലിന്റെ അവിടുത്തെ സ്പ്രോക്കറ്റ് വലുതും, അങ്ങനെയാണ് ഉപയോഗിക്കുക. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ആ എഞ്ചിനെ മറ്റു പല രീതിയിൽ അതിന്റെ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും അല്ലെ. ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്പീഡ് വരെ അത് പോകുള്ളൂ അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സ്പീഡും ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഗിയർ മാറിക്കൊണ്ടിരിക്കും അല്ലെ. പെൺകുട്ടികളൊക്കെ ഡ്രൈവിംഗ് അറിയാവുന്നവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വാപ്പയോ വല്ലവരും ഓടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഡ്രൈവിംഗ് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി കുറച്ചു നേരത്തേക്ക് പോകും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടും, ദെൻ തേർഡ് ഗിയറിലേക്ക് ഇടും, ഫോർത്ത്, ഫിഫ്ത്ത് എന്ന് പറഞ്ഞിട്ട് അവസാനം സിക്സ്ത് ഗിയർ ഉണ്ടെങ്കിൽ സിക്സ്ത് ഗിയർ വരെ എത്തിയിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ ആ ഒരു സ്പീഡ് വേരിയേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഗിയർ സൈക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗിയറുള്ള സൈക്കിൾ നോക്കുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ മാതിരി ഓരോ സ്പീഡിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഗിയറുകൾ ബാക്കിൽ കാണാൻ സാധിക്കും. ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ സ്പോർക്കറ്റിന്റെ സൈസ് മാറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പവർ വളരെ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ മാതിരി പെഡലിന് അവിടെ വലിയ സ്പ്രോക്കറ്റാന്ന് പറഞ്ഞു അല്ലെ. ആ സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങോട്ടുള്ള ഈ ടീത്തുകളുള്ള സംഭവം അത് ഗിയർ പോലത്തെ ഈ സ്പ്രോക്കറ്റിനെ കുറച്ചുകൂടി വലുതാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചവിട്ടാനായിട്ട് സാധിക്കും, കുറച്ചുകൂടി സ്പീഡിൽ ചവിട്ടാൻ സാധിക്കും. ഇത് നമ്മൾ ചെറുതാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് വേണ്ടി വരും ചവിട്ടാനായിട്ട്. അപ്പൊ അതുപോലുള്ള ഗിയർ മെക്കാനിസങ്ങളൊക്കെ ഒരുപാട് ഈ എഞ്ചിനകത്തുണ്ട്. ഇതൊക്കെ ഒരു ധാരണ, ഒരു ജസ്റ്റ് ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ അതുപോലുള്ള ഒരുപാട് ഗിയറിന്റെ ഐഡിയകളും നമുക്ക് ഈ ഒരു എഞ്ചിന്റെ കാര്യത്തിൽ പഠിക്കാനുണ്ട്. അങ്ങനെ ഗിയറിന്റെ ഒരു കേസിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല. നമ്മളിപ്പോ ജസ്റ്റ് എഞ്ചിൻ എന്താണ്, എഞ്ചിന്റെ വർക്കിംഗ് എന്താന്ന് നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. എഞ്ചിന്റെ സ്പീഡ് വേരിയേഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഞ്ചിന്റെ സ്പീഡുകൾ മാറ്റാനായിട്ട് നമ്മൾ ഈ സൈക്കിളിൽ കാണുന്ന ആ ഒരു ടീത്ത് പോലത്തെ ഒരുപാട് ടീത്തുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനാണ് നമ്മൾ ഗിയേഴ്സ് എന്ന് വിളിക്കാറ്.
ഓരോ ഗിയറും ഓരോ സ്പീഡിന് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ എഞ്ചിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കുറെ ഗിയറുകളും കുറെ പിസ്റ്റണുകളും കുറെ ചെയിനുകളും കുറെ ബെൽറ്റുകളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ബേസിക് ഐഡിയാസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഇതൊക്കെ കേട്ടാ. ഓക്കെ, ഇനി അടുത്ത് CO8 നോക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോവുക റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഓക്കെ, റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഒക്കെ നിങ്ങൾ എല്ലാവരും ഒരുവിധം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ഫ്രിഡ്ജിനെ ആണ് നമ്മൾ റെഫ്രിജറേറ്റർ എന്ന് പറയാ. എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പിക്കുകയും വേണം, അതിനോടൊപ്പം തന്നെ എയർ നമ്മൾ പ്യൂരിഫൈ ചെയ്യും വേണം. അതാണ് എയർ കണ്ടീഷൻ. അതൊക്കെ ആ സമയത്ത് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് മെഷീൻസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ അതുപോലെ എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് പവർ ട്രാൻസ്മിഷൻ എലമെന്റ്സ് അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ബേസിക് മാനുഫാക്ചറിങ്, മെറ്റൽ ജോയിനിങ് ആൻഡ് മെഷീനിങ് പ്രോസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ടാവുകയെന്ന് യൂണിവേഴ്സിറ്റി പറയണത്. അല്ലെങ്കിൽ സിലബസ് അനുസരിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മിനിമം നമ്മുടെ ഈ ഒരു സബ്ജക്ട് കഴിയുന്നതോടുകൂടിയിട്ട്. നമുക്ക് ഇതിന്റെ മോഡ്യൂള് സിലബസിലേക്ക് പോവാം. ശരിക്കുള്ള സിലബസ് നമുക്ക് ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സീരീസ് ടെസ്റ്റ് ഉണ്ടാവും, 2 അസൈൻമെന്റ് ഉണ്ടാവും. അതിന്റെ എല്ലാ റിസൾട്ട് കൂടിയിട്ട് നമുക്ക് ഫൈനലി നമുക്ക് വരിക നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാം 100 മാർക്കിനാണ് ഉണ്ടാവുക. ഓക്കെ, എൻഡ് സെമസ്റ്റർ എക്സാം 100 മാർക്കിനാണ് ഉണ്ടാവുക. സാധാരണ സാധാ സബ്ജക്റ്റുകൾ 70 മാർക്സിലാണ് ഉണ്ടാവുമെങ്കിലും ഇതിലിപ്പോ 2 സബ്ജക്റ്റുകളുണ്ട് 100ലാണ് നമുക്ക് മാർക്ക് വരുന്നത്, എക്സാമിന്റെ ഫൈനൽ മാർക്ക് വരിക. അതുപോലെ നമ്മുടെ ഇന്റേണൽ മാർക്കുകൾ, അതായത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, അതിനാണ് പറയുന്നത് CIE എന്ന് പറയുന്നത് 50 മാർക്ക്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ സീരീസ് ടെസ്റ്റിന് നല്ല മാർക്ക് മേടിക്കുക, നമ്മുടെ അസൈൻമെന്റ്സുകൾ നല്ല കറക്റ്റ് സമയത്ത് വെക്കുക കേട്ടാ. അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ കാണുന്ന ഒരു ആവേശം കുറച്ച് കഴിഞ്ഞ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഈ 4 കൊല്ലം നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ച് പാസ്സാവുക എന്നുള്ള മൈൻഡ് വേണം. ഓക്കെ, എന്ന് വെച്ച് നിങ്ങൾ എൻജോയ് ചെയ്യണമെന്നല്ല. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇന്റേണൽ ഇവാലുവേഷൻസ് വരുമ്പോഴൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് വെക്കലും എക്സാം അറ്റൻഡ് ചെയ്യലൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം, നല്ല സ്കോറൊക്കെ മേടിക്കണം. ഓക്കെ, അപ്പൊ 3 അവർ ആയിരിക്കും ഫൈനൽ എക്സാം ഉണ്ടാവുക. ദെൻ അതുപോലെ അറ്റൻഡൻസിന് 10 മാർക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അറ്റൻഡൻസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പറയണം. അതുപോലെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ട്. നിങ്ങൾ സിലബസ് നോക്കി അറിയാൻ പറ്റും. ഞാൻ നേരെ നമ്മുടെ മോഡ്യൂളിലേക്ക് പോവാണ്. പിന്നെ അതുപോലെ നമ്മുടെ CO ഓരോ ടൈപ്പുകളിലും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ CO വെച്ചിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ കോഴ്സ് ഔട്ട്കം 6 എന്തൊക്കെ വരാം എന്നുള്ളത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് സൈക്കിളാ ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഷഹാന ഷെറിൻ ഉണ്ടോ? ഷഹന ഷെറിൻ അല്ലെ? ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് സൈക്കിളാ? ഓട്ടോ സൈക്കിൾ സൈക്കിൾ ഇടയിൽ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊന്ന് കാർനോട്ട് സൈക്കിൾ, ഒന്ന് ഓട്ടോ സൈക്കിൾ, ഒന്ന് ഡീസൽ സൈക്കിൾ. അപ്പൊ ഓട്ടോ സൈക്കിൾ എന്തായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അല്ല, അതല്ല കേട്ടോ. അപ്പൊ അങ്ങനെ അത് തെറ്റിപ്പോരുത്. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിനെ പറ്റി പഠിക്കുന്ന ഒരു സൈക്കിളാണ്. പെട്രോൾ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മൾ ഒരു ഡയഗ്രാം വെച്ച് കാണിക്കുകയാണ്. അതിനാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മുടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയൽ സൈക്കിളാണ്. ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്നൊക്കെ പറയും. അതായത് ഹീറ്റ് എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സൈക്കിളാണ്. അതുപോലെ പെട്രോൾ സൈക്കിളിന് പറയുന്ന മറ്റൊരു പേരാണ് ഓട്ടോ സൈക്കിൾ. പെട്രോൾ സൈക്കിൾ നമ്മൾ പറയാറില്ല, ഓട്ടോ സൈക്കിൾ എന്നാണ് പറയാ. ഓക്കെ, തേർഡ് വൺ ഡീസൽ സൈക്കിൾ. ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് ഡീസൽ. അതായത് ഡീസൽ എഞ്ചിൻസ് വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിൾ, ഒരു ഡയഗ്രാം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഒരു ഡയഗ്രാം. ആ ഡയഗ്രത്തിൽ വെച്ചിട്ട് അതിന്റെ പ്രോസസ്സുകൾ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ഷഹാന. അതുപോലെ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ സൈക്കിൾ ആണ്. അതായത് നമ്മുടെ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സൈക്കിൾ വെച്ചിട്ടായിരിക്കും, ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടായിരിക്കും. തേർഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീസൽ സൈക്കിൾ, അതായത് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സൈക്കിൾ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പഠിക്കുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ കോഴ്സ് ഔട്ട്കം 6 വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പേടിക്കേണ്ടപ്പോ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും ഒരു ഐഡിയ വന്നിട്ടില്ല. ജസ്റ്റ് ഞാൻ പറയാണ്, അവിടെ ചെറിയൊരു പ്രോബ്ലം ആണ് അത് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഇൻ ആൻ എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ ദ കംപ്രഷൻ റേഷ്യോ ഇസ് 7 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയൊരു പ്രോബ്ലം ആണ്. വളരെ ഈസിയാണ്. കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇവിടെ ഫസ്റ്റ് കേസിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഓരോ സിഒയിലും എങ്ങനെ വരും പ്രോബ്ലംസ് വരുന്നുള്ള കാര്യമൊക്കെ യൂണിവേഴ്സിറ്റി സിലബസിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ളതിന്റെ ഒരു മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇതൊക്കെ നോക്കി വെച്ച് സബ്ജക്ട് പഠിക്കുന്നതിനേക്കാൾ മുന്നേ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ
സബ്ജക്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളെ പറ്റിയിട്ടും സബ്ജക്റ്റിന്റെ സിലബസും ഡൗൺലോഡ് ചെയ്യുക, അതൊന്ന് നോക്കുക. അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംഭവം ഒരു എന്താ പറയാ ഒരു ഐഡിയ കിട്ടും കേട്ടോ. നമ്മുടെ മൊഡ്യൂൾ 4 പറയുന്നത് അനാലിസിസ് ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾസിനെ പറ്റിയിട്ടാണ് അല്ലെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാർനോട്ട് സൈക്കിൾ ഉണ്ട്, ഓട്ടോ സൈക്കിൾ ഉണ്ട്, ഡീസൽ സൈക്കിൾ ഉണ്ട്. അതെന്താന്നുള്ളത് അടുത്ത ക്ലാസ്സോട് നമുക്ക് പറയാം. ഞാൻ ബേസിക് ആയിട്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ട് എന്ന് പറയാണ്. അതുപോലെ പറയുന്നുണ്ട് ഡെറിവേഷൻ ഓഫ് എഫിഷ്യൻസി ഓഫ് ദിസ് സൈക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ട്രോക്കുകളും പിന്നെ 4 സ്ട്രോക്കിനെ പറ്റി പഠിക്കുന്നുണ്ട്. എയർ ഫ്യൂൽ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേറ്റ് സിസ്റ്റം അങ്ങനെ പഠിച്ചു പോകുന്നു. അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 5 അതിനെ റെഫ്രിജറേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിലും ഈ പറഞ്ഞ മാതിരി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് പ്രോസസ്, നമ്മുടെ മൊഡ്യൂൾ 6. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ആ ഒരു ചെറിയൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലെ. കുഴപ്പമില്ല, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ കുറച്ചു നേരത്തേക്ക്. ടൈം കഴിയാറായി. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടോ അല്ലെങ്കിൽ എന്താണ് സംഭവങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ടുള്ള ഒരു 2 മിനിറ്റ് ആണ് തരുന്നത്. അതിൽ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് ഒന്ന് വിളിച്ചോട്ടെ. നിങ്ങളൊന്ന് പ്രസന്റ് പറയണം കേട്ടാ. മുഹമ്മദ് സുനീർ, പ്രസന്റ് ഓക്കെ പ്രസന്റ്. ഓക്കെ, താങ്ക് യു. നാജിദ്, ഒരാളോട് ഉണ്ടല്ലേ അതിന് മുകളില്, ഒരു മിനിറ്റ്. മുഹമ്മദ് നിഹാൽ, പ്രസന്റ് സർ. ഓക്കെ. നാജിദ് ഉണ്ടോ? നാജിദ് ഇല്ല. ദെൻ നവീൻ രാജ്, പ്രസന്റ് സർ. ഓക്കെ. നീതു PM, നിഹാൽ Present, sir. അഹമ്മദ്, പ്രസന്റ് സാർ. നിഹാൽ ജബിൻ, Present, sir. നിഖിൽ, Present, sir. നിഖിൽ, Present, sir. ഓക്കെ. നിത്യ, ഓക്കെ. താങ്ക് യുടാ. നിത്യ, ഓക്കെ. ഇല്ല. ഓഷിമ മിർസ, പ്രസന്റ് സർ. ഓഷിമ, പ്രസന്റ്. ഇത് ആരാ പ്രസന്റ് പറഞ്ഞ പേരെന്താ? ഓഷിമ മിർസ. ഓക്കെ. പ്രജുൽ, ഓക്കെ. പ്രജുൽ, പ്രസന്റ് സർ. പ്രസന്റ് സർ. നിത്യ ഓക്കെ ഉണ്ടോ? നിത്യ ഓക്കെ ഇല്ല അല്ലെ. ഓക്കെ. റഹീസ മോളില്ല അല്ലെ. ഓക്കെ. റമീസ് സി, പ്രസന്റ് സർ. ഓക്കെ. റമിൽ സലീം, പ്രസന്റ് സർ. രേഷ്മ രാജൻ ഇല്ല. ഋതുൽ കൃഷ്ണ, പ്രസന്റ് സർ. ഓക്കെ. റിസ്ത, Present, sir. ഓക്കെ. ഋതിൻ M, പ്രസന്റ് സർ. റോഹൻ ബി ലാൽ, പ്രസന്റ് സർ. രോഹിത് കൃഷ്ണൻ M, പ്രസന്റ് സർ. സബീന സാം, Present, sir. സബീന, ഓക്കെ. സച്ചിൻ ടി റോയ്, സച്ചിൻ ആബ്സെന്റ് ആണോ? ഓക്കെ. ദെൻ സായി കൃഷ്ണ PB, സജാദ് T, സായി കൃഷ്ണ PB ഇല്ല. സജാദ് T ഉണ്ട് അല്ലേ? ഓക്കെ. സൽവ P 56, Present, sir. ഓക്കെ. 57 സന്ധ്യ S, Present, sir. 58 ഷഹന ഷെറിൻ, കഴിഞ്ഞൊരു പൊക്കോളൂട്ടാ. Present, sir. 59 ഷെയ്ഖ് ദാവൂദ് M, ഷെയ്ഖ് ദാവൂദ് ഇല്ല. 60 തഹസീൻ P ജമാൽ, Present, sir. then 61 യേശുദാസ് വർഗീസ്,
ഇത്ര അല്ലാണ്ട് വേറെ എല്ലാവരും പ്രസന്റ് ചെയ്യാൻ വിളിക്കാറുണ്ടോ? എന്നെ വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. പേരെന്താ? ആദിത്യൻ PV. ആദിത്യൻ. സാർ എന്നെ പിന്നെയോ? വിളിച്ചിട്ടില്ല. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ചാർലി. താര. സാർ വഫ. വേണ്ടിട്ടാ വഫ. പിന്നെ ഷാന ഷിറിൻ. ഷഹാന. ഷാന. ഷാന. ഓക്കെ. ഷിറിൻ. പിന്നെ ഇത്ര പേരല്ലേ വിളിക്കാത്തുണ്ടായിരുന്നുള്ളൂ? ഓക്കെ, താങ്ക് യു ട്ടാ. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോ വേണേൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ട്ടാ. ശരി, താങ്ക് യു. ലീവ് ചെയ്തോളൂ എല്ലാവരും ട്ടാ.